ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയി മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുത വിടുതൽ നടക്കുന്നതിനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ തലമുറയും തൻ്റെ കുടുംബ വിഷയവുമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഒരു പ്രവൃത്തി അയക്കേണ്ടതിനായിട്ട്, തൻ്റെ കുടുംബ വിഷയത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി കാണേണ്ടതിനായിട്ട് താൻ ദൈവത്തോട് കൂടുതൽ അപേക്ഷിക്കുകയും അടുക്കുകയും ചെയ്യുന്ന മിനിറ്റുകളാണിത്. ഈ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, തൻ്റെ കുടുംബത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടും. ദൈവം അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഉത്തരമരുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്തവനാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജോൺ ബ്രദറിനെ ഞങ്ങളുടെ കരത്തിലോട്ട് ഏൽപ്പിക്കണം. അതേപോലെ തന്നെ തൻ്റെ അടൂരുള്ള ബിൽഡിങ്ങിൽ 2 നില വാടകയ്ക്ക് പോകാനുണ്ട്. അതിനകത്ത് ഒരു അത്ഭുതം വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കണമേ. ഇതൊരു അത്ഭുത വിടുതലായി തീരേണ്ടതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ ബ്രദറിൻ്റെ, ജോൺ ജോയ് മാത്യു ബ്രദറിൻ്റെ പിതാവിനെയും മാതാവിനെയും ദൈവം സൂക്ഷിക്കാൻ പോവുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് തനിക്ക് തൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഈ എപ്പിസോഡ് തീരുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എത്ര പേരുടെ കൂടെ ചേർന്ന് വിളിച്ചു പറയും, എല്ലാ നാമത്തിനും മുകളിൽ നാമം, അറിയാം, ആശ്രയിക്കുന്നവരെ കൈവിടാത്ത നാമം, വിളിച്ചപേക്ഷിക്കുന്നതിനുവേണ്ടി ഉത്തരവരുന്ന നാമം. എങ്കിൽ കണ്ണുകൾ നടച്ചോ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ജോൺ ജോയ് മാത്യു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിടുതലിൻ്റെ സമയമാണല്ലോ ഇത്, തൻ്റെ എതിരുകൾ നീങ്ങുകയാണല്ലോ അപ്പാ, അത്ഭുത വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബ വിഷയത്തിനകത്ത് ഇന്നു തന്നെ ഒരു പോംവഴി, ഇന്നു തന്നെ ഒരു വിടുതൽ. തൻ്റെ മാതാവിനെയും പിതാവിനെയും ദൈവം സൂക്ഷിക്കണമേ അപ്പാ. ദൈവത്തിൻ്റെ കരം തനിക്ക് വേണ്ടി വെളിപ്പെടണമേ അപ്പാ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, അത്ഭുതം ചെയ്യണമേ, അടയാളങ്ങൾ വെളിപ്പെടണമേ അപ്പാ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി, അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയം. മകളെ, മാതാവിനെയും പിതാവിനെയും ഒരിക്കൽ കൂടെ നേൽപ്പിക്കുന്നു. രക്തത്താൽ മറയ്ക്കണമേ അപ്പാ. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുടുംബ വിഷയത്തിനകത്ത് ഇന്ന് തന്നെ ഒരു വഴി തുറക്കണം. തലമുറയുടെ വിഷയത്തിനകത്ത് ഇന്ന് തന്നെ ഒരു വിടുതൽ അയക്കണം. കർത്താവെ, ഇത് അങ്ങ് ചെയ്തതിനായി സ്തോത്രം, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നോളാം. അറിയാം, 91 സങ്കീർത്തനം 16 വാക്യം കാണാതെ അറിയാവുന്നവരുടെ കൂടെ ചേർന്നുകൊണ്ട് അങ്ങ് പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തിയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, തമ്പുരാൻ നേരിട്ട് പറയുന്ന വാക്കുകളാണത്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 14 വാക്യം വരെയും അറിയാം, ഗ്രന്ഥകർത്താവ് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, ഇത് അവസാനത്തെ 2 വാക്യങ്ങൾ അറിയാം, ദൈവം മറുപടി പറയുന്ന വാക്യങ്ങളാണ്. 15, 16 വാക്യങ്ങൾ. അതിനകത്ത് 16 വാക്യം വ്യക്തമായി പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അടുത്ത വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, ഞാൻ അവനെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് 14 വാക്യം സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവൻ്റെ ജീവിതത്തിനകത്ത് തടസ്സങ്ങളെക്കാൾ വിടുതലുകൾ വലിപ്പമായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ, ആ പറ്റി നിൽക്കുന്നവനോട് ചോദിച്ചാൽ പറയും, അവൻ വിടുതൽ കാണുന്നവനാണ്. ഹല്ലേലൂയ. അവനോട് ചോദിച്ചാൽ അവൻ ദൈവത്തെക്കുറിച്ച് പറയും, എൻ്റെ ദൈവം വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പറയാം, പറ്റിയിരിക്കുന്നവന് വേണ്ടി വിടുതലുകളെ കൊണ്ടുവരുന്ന ദൈവം. അറിയാം, 73 സങ്കീർത്തനം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, 73 സങ്കീർത്തനം അതിൻ്റെ 27, 28 വാക്യങ്ങൾ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടത് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 28 വാക്യം എന്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, 27 വാക്യം, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകുന്നുള്ളത് അറിയാം, അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ലോകപ്രകാരം ജീവിക്കുന്ന പലരും ഒത്തിരി ഉയർച്ചകൾ കാണുമെന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അടുത്ത വാക്യം വ്യക്തമായിട്ട് പറയുന്നു, നശിക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയാ, ഇതാ ഹല്ലേലൂയ, എന്നാൽ ദൈവത്തോട്
ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് അടുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തോട് അടുത്ത് നിന്ന് ഒത്തിരി ഭക്തന്മാരെ കാണാൻ കഴിയും. അബ്രഹാം ദൈവസന്നിധിയോട് അടുത്ത് ചെന്നു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. സൊദോം ഗൊമോരയെ നശിപ്പിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അബ്രഹാം ഇടിവിൽ നിന്നുകൊണ്ട് ആ ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ ദേശത്തിലെ നീതിമാന്മാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഉടനീളം താഴോട്ട് നോക്കിയാൽ അനേക ഭക്തന്മാരെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതായി കാണുന്നു. അല്ലെങ്കിൽ ആ നിലകളിൽ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. 6 വാക്യങ്ങൾ 7 വാക്യമാണ് മാക്സിമം കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോശുവയുടെ പുസ്തകം ഹല്ലേലൂയ 14 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അല്ലെങ്കിൽ ആ കാലേബിന്റെ രഹസ്യം അവിടെ കൊടുത്തിരിക്കുകയാണ്. ദൈവമായി യഹോവയോട് പൂർണ്ണമായി പറ്റി നിൽക്കുന്നത് കൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തോട് ഈ പ്രാരംഭത്തിൽ തന്നെ കർത്താവിനോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ? ഡിഫറൻറ്റ് സാഹചര്യത്തിൽ, ഡിഫറൻറ്റ് ക്ലൈമറ്റിനകത്ത്, ഡിഫറൻറ്റ് ടൈം സോണിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, ജീവിതത്തിനകത്ത് ദൈവത്തിന് ഹല്ലേലൂയ അടുക്കാമെന്ന് അത്രത്തോളം അടുക്കണം. ഈ ലോകത്തിൽ ബാക്കി എല്ലാത്തിനേക്കാളും വലുപ്പമാണ് ദൈവത്തോട് അടുക്കുന്നത്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അത് ഈ ലോകം കൊണ്ട് കണക്ക് തീരുന്ന ഒന്നല്ല. ഹല്ലേലൂയ. നിത്യതയിലും നിനക്ക് വലിയ പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറ, കർത്താവേ, അങ്ങയോട് അടുക്കുന്ന നിലയിൽ ഹല്ലേലൂയ എന്നെ ഒന്ന് ഹല്ലേലൂയ കർത്താവേ ഉപയോഗിക്കണമേ. എന്നെ അതിനായിട്ട് ഹല്ലേലൂയ എനിക്ക് അതിനായിട്ടുള്ളൊരു വഴി അങ്ങ് തുറക്കണമേ. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ നിലകളിൽ പുതിയ നിയമത്തിൽ ഞാനൊരു വെളിപ്പാടായിട്ടാണ് ഈ വചനത്തെ കാണുന്നത്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് ഒത്തിരി നിലകളിൽ നമുക്ക് ഈ വചനങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും. ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് നിങ്ങൾ നോക്കുക, യേശുവിന്റെ അടുക്കലേക്ക് 4000-5000 പുരുഷാരം കടന്നു വരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ പുരുഷാരം ഒന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അവർ 3 നാളുകൾ കർത്താവിനോട് കൂടെ ചേർന്നിരുന്നു. ഹല്ലേലൂയ. ആ 3-ാമത്തെ ദിവസം കർത്താവ് അവരോട് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 15-ാമത്തെ വാക്യം തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ ഞാൻ ഇത്രയും വാക്യം വായിച്ചില്ല. ഞാൻ ആ ഭാഗത്തിനകത്ത് പുരുഷാരം എന്നുള്ളൊരു വേർഡാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ അടുക്കൽ അനേക പുരുഷാരം വന്നു. ഹല്ലേലൂയ. അവരവരുടെ ആവശ്യങ്ങളുമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഈ ശുശ്രൂഷയിൽ ഉടനീളം പുരുഷാരത്തെ കാണാറുണ്ട്. ഹല്ലേലൂയ. ദൈനംദിനമായ ആവശ്യത്തിനകത്ത് ഹല്ലേലൂയ അവരുടെ വിഷയത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി വരുന്നവർ. അവർ വിടുതലിന് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ച് ഇന്ന് ഈ വചനചിന്തയിൽ നിൽക്കുമ്പോൾ അറിയാം, ഞാനും നിങ്ങളും എവിടെയാണെന്നുള്ളത് കൂടെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ നടുവിലാണോ, അതോ ഒന്നുകൂടെ കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുഭവത്തിനകത്ത് ഇപ്പൊ ഇവിടെ പുരുഷാരം എന്നുള്ളത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ പുരുഷാരം എന്നുള്ളത് എടുത്തൊരു വെളിപ്പാടിനകത്തേക്ക് ഒന്ന് കയറാൻ ആഗ്രഹിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിഞ്ചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. വലിയ പുരുഷാരവും പിഞ്ചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഇവിടെയും വലിയ പുരുഷാരത്തെ കാണാൻ കഴിയും. അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 12 വർഷമായി പേര് കൊടുത്തിട്ടില്ല, പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ചിട്ട് ഒട്ടും ഭേദം വരാത്തവൾ, അവൾ വിശ്വാസത്തോടെ പറഞ്ഞു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കണം. കൂടെ 12 ശിഷ്യന്മാരുമുണ്ട്. അറിയാം, വലിയ പുരുഷാരം ഇത് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ ഒരു വെളിപ്പാടിലേക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയോടെ നിൽക്കാമെങ്കിൽ അറിയാം, അടുക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യത്തെ കുറിച്ച് അറിയാൻ പറ്റും, അളവുകളെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് ആ പുരുഷാരം ചുറ്റും
മുമ്പോട്ട് പോകുകയാണ്. 12 വർഷമോ ആ രക്തസ്രാവം ഉള്ളവൾ യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ വന്ന് തൊടുകയാണ്. അവളുടെ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തിയാൽ അവൾ സൗഖ്യമാകുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് സ്വീകരിച്ചോ. വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട ശക്തി ഇന്ന് ചിലവരെ സൗഖ്യമാക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ സൗഖ്യം കാണുക തന്നെ ചെയ്യും. ആത്മാവിനെ സ്വീകരിച്ചോ. പുരുഷാരത്തോടും ഈ 12 ശിഷ്യന്മാരോടും കർത്താവിനോട് ചോദിച്ചാൽ അവർ പറയും, കർത്താവ് പറയും, എൻ്റെ വസ്ത്രത്തിൽ ഇത് ശക്തി പുറപ്പെട്ടു, ഒരാൾ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ കർത്താവ് ഹല്ലേലൂയ പുരുഷാരത്തെ കാണുന്നു, ആ സ്ത്രീയെ കാണുന്നു, കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ കാണുകയാണ്. ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇതാ ശിഷ്യന്മാർ ആ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ആ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കണമേ. ഈ 12 പേരുടെ നടുവിൽ കർത്താവ് അവരെ എന്തിനു വിളിച്ചു എന്നും ഹല്ലേലൂയ ആ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് 70 പേരെ വിളിച്ചതും കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഒരു 70 പേരെ കാണാൻ കഴിയും. അവർ കർത്താവിന്റെ നാമത്തിന്റെ അധികാരം പറയുന്നവരാണ്. അറിയാം, 70 പേർ കർത്താവിന്റെ നാമത്തിൽ അവർ അധികാരത്തിൽ അത്ഭുതങ്ങളെ ചെയ്തതായി കാണുന്നു. ഹല്ലേലൂയ. പുരുഷാരവും സ്ത്രീയും വന്നവന്റെ വസ്ത്രത്തിൽ തൊട്ട് ഹല്ലേലൂയ ആ വസ്ത്രത്തിന്റെ വിടുതൽ കണ്ടതായി കാണുകയാണ്. ആ ദൈവശക്തി പുറപ്പെട്ടതായി കാണുന്നു. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇവിടെ തുടങ്ങി ഞാൻ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശീമോൻ തന്നെ. ഈ 12 പേരുടെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഈ 12 പേരുടെയും പേര് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 12 പേരുടെയും പേര് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, 70 പേരുടെ പേര് പറഞ്ഞിട്ടില്ല. അറിയാം. എന്നാൽ 12 പേർ കൂടെ ഇരിക്കുന്നവരുടെ കൂടെ നടക്കുന്നവരുടെ പേര് വ്യക്തമായിട്ടുള്ളതാണ്. ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, സ്വർഗം മുഴുവൻ നിന്റെ പേര് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നീ കൂടെ നടക്കുന്നവരാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ആ 70 പേരുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ അധികാരം വെളിപ്പെട്ടവരാണ്. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. എലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, 3 പേരെ കർത്താവ് നിർബന്ധത്തോടെ മറുരൂപ മലയിലേക്ക് കൊണ്ടുപോകുക. കർത്താവിന് ഒരു കാര്യം അവരോട് ചോദിക്കാനുണ്ട്. എൻ്റെ കൂടെ ഉയർന്ന മലയിലേക്ക് വരുമ്പോൾ ഈ 12 പേരിൽ 9 പേര് റെസ്റ്റ് കൊടുത്ത് നിർത്തുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, എന്നോട് കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ദൈവാസന്മാരുണ്ട്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ദൈവാസന്മാരെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ നിലയിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, അതിനകത്തൊരു കോർ ഗ്രൂപ്പിനെ ഞാൻ എൻ്റെ കൂടെ ഒരു വെളിപ്പാടിന്റെ മണ്ഡലത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അറിയാം, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതും ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. അവൻ ഇന്നും സൗഖ്യമാക്കുന്നവനാണ്. പുരുഷാരത്തോട് ചോദിച്ചാൽ പറയും, 12 വർഷമായി രക്തസ്രാവ സ്ത്രീ അവന്റെ വസ്ത്രം തൊട്ട് സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വസ്ത്രത്തിനകത്ത് ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് വൈകിട്ടും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം. പക്ഷേ അറിയാം, ഉയർന്ന ഒരളവിലേക്ക് കർത്താവ് തൻ്റെ കൂടെ മല കയറ്റി മറുരൂപ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവർക്ക് 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ 3 പേരോട് ചോദിച്ചേ നമുക്ക് ചോദിക്കാം, ഇവന്റെ വസ്ത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹല്ലേലൂയ. താഴെ നിൽക്കുന്ന 9 പേരും പുരുഷാരവും കണ്ടതിനേക്കാൾ വലിപ്പത്തിൽ പറയും, വസ്ത്രം സൗഖ്യത്തെയും ശക്തിയെ കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറത്തായി ഞങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തേജസ്സായത് വെളിപ്പെട്ടു. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. അറിയാം, ബാക്കി ആർക്കും വെളിപ്പെടാൻ കഴിയാത്ത നിലയിൽ കർത്താവ് അവർക്ക് വേണ്ടി രൂപാന്തരപ്പെടുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് ഒന്നുകൂടെ നടക്കാൻ പറ്റുമെങ്കിൽ, ഒന്നുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാമെങ്കിൽ, നീ ഒരു സ്പെഷ്യലായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ദൈവം വിളിച്ചതാ. അന്ത്രയോസിനെയൊക്കെ കൂടെ നിൽക്കുന്നവരെ ദൈവം വിളിച്ചതാ. പക്ഷെ വിളിക്കകത്തൊരു വ്യത്യാസം വ്യാപരിക്കുക. വിളിക്കകത്തൊരു വ്യത്യാസം വ്യാപരിക്കുക. ഇന്ന് വൈകിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. 1-ാമത്തെ ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ അവന്റെ വസ്ത്രം ശക്തിയുടെ വെളിപ്പെടുത്തലായി തീർന്നു. 2-ാമത്തെ ഗ്രൂപ്പിനകത്തോട്ട് വരുമ്പോൾ അവന്റെ വസ്ത്രം അലക്കുകാരനേക്കാൾ വെളുപ്പിക്കുന്ന വെളുപ്പായ ഒരു മഹത്വമായി അവർക്ക് വെളിപ്പെട്ട് വരികയാണ്.
കർത്താവിനോട് അടുക്കുന്നവർക്ക് വേണ്ടിയാ, കർത്താവിനോട് അടുക്കുന്നവർക്ക് വേണ്ടിയാ ഇന്നൊരു തലം തുറന്നു വരാൻ പോകുന്നത്. മാർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അറിയാം. 5-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ നോക്കിയേ, ഈ 3 പേരെ കർത്താവ് സ്പെഷ്യൽ ആയിട്ടാണ് കാണുന്നത്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്ക് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. നിങ്ങൾ നോക്കിയ 24-ാമത്തെ വാക്യത്തിൽ വലിയ പുരുഷാരവും 12 ശിഷ്യന്മാരും അവന്റെ കൂടെ പോവുകയാണ്. എന്നാൽ 12 വർഷമായി രക്തസ്രാവസ്ത്രീ സൗഖ്യമാവുമ്പോഴെല്ലാം ആ പുരുഷാരം ഇവരെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടം തുടങ്ങി 9 ശിഷ്യന്മാരെയും ആ പുരുഷാരത്തെയും എൻ്റെ അഭിപ്രായത്തിൽ 1 മൈൽ ദൂരം നിർത്തിയിട്ട് ഈ 3 പേരെ 37-ാമത്തെ വാക്യത്തിൽ 3 പേരെയും വിളിച്ച യായിറോസിന്റെ വീട്ടിനകത്തോട്ട് കയറുന്നത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. വസ്ത്രത്തിന്റെ വെളിപ്പെടുന്നത് പോലെ നീ ഒന്നുകൊണ്ടൊന്ന് അടുക്കാമെങ്കിൽ നീ ഒരു സ്പെഷ്യലായി മാറാൻ പോവുകയാണ്. നീ ഒരു സ്പെഷ്യലായി മാറാൻ പോകുക. ഇന്ന് വൈകിട്ട് ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ഇവർ ആ 12 പേരിൽ 3 പേരായി വ്യത്യസ്തരായി തീരുകയാണ്. നീ നിന്റെ വീട്ടിനകത്തൊരു സ്പെഷ്യൽ ആകാൻ പോകുക. ദൈവത്തിന് ആത്മാവിനെ ഒന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. എന്തുകൊണ്ട് ബാക്കി 9 പേരെ വിളിച്ചില്ല? ബാക്കി പുരുഷാരത്തെ ആ വീട്ടിന്റെ പരിസരത്തോട്ട് ദൈവം കൊണ്ടുവന്നില്ല. കർത്താവ് പറയുന്നു, എന്റെ കൂടെ എന്റെ മഹത്വം കാണുന്നവർ 3 പേർ വരണം. എന്റെ ആഴങ്ങൾ അറിയുന്നു 3 പേർ വരണം. ഒന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. അവർക്ക് എന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് വൈകിട്ട് ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവന്റെ വസ്ത്രം ഒരു ഭൂമിയിൽ അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വെണ്മയുള്ളതായി അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഇനി ഞങ്ങൾ ഇവിടുന്ന് വിട്ടു പോകുന്നില്ല, മഹത്വം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ മഹത്വം കാണുന്നതിനകത്ത് നിനക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. നിനക്ക് ഏലിയാവിനെ കാണാൻ കഴിയും, നിനക്ക് മോശയെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അടുക്കാൻ പറ്റുമെങ്കിൽ നൂറ്റാണ്ടുകൾ വെളിപ്പെടാത്തത് എന്തോ ഒന്ന് ഇന്ന് വൈകിട്ട് നിന്റെ മേലിലോട്ട് തുറന്നു തരാൻ പോകുക ദൈവം. ആത്മാവിൽ പ്രാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാപിച്ചോ. 1-ാമത്തെ വസ്ത്രത്തിന്റെ അനുഭവം ആ പുരുഷാരത്തിൽ ചോദിച്ചാൽ അവർ പിടിച്ചു പറയും, ശക്തി പുറപ്പെടുന്നത് ഞങ്ങൾ കണ്ടു, വില കൂടിയ വസ്ത്രമാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയാം. പക്ഷേ 2-ാമത്തെ തലം ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, ഇതേപോലൊരു വസ്ത്രം ഞങ്ങൾ കണ്ടിട്ടില്ല. യേശുവിന് മാറ്റമുണ്ടോ? യേശുവിന് മാറ്റമില്ല. പക്ഷെ അടുക്കുന്നവർ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത തലങ്ങൾ തുറക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഈ വാക്കുകൾ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. കർത്താവ് തന്നെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ടോ? കർത്താവിനെ പിരിഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നവരുണ്ടോ? റൂത്തിന്റെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കണം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വരുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം. കർത്താവിന്റെ ആ ചിറകിനകത്ത് ചേർന്ന് മറഞ്ഞങ്ങ് വരികയാണ്. കർത്താവിനെ വിട്ടിട്ടൊരു ജീവിതമില്ല. ഇന്ന് വൈകിട്ട് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഇനി വൈകിട്ട് ഒരു ദൂതിന്റെ ആഴം വിളിച്ചു പറയാൻ പോകുക. 3 പേർ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കണ്ണുകളിൽ ഇതേപോലെ വസ്ത്രം കണ്ടിട്ടില്ല, അതേപോലെ മഹത്വം കണ്ട വസ്ത്രം. പുരുഷാരവും ബാക്കി 9 പേരും വിളിച്ചു പറയുന്നു, ആ വസ്ത്രത്തിൽ ശക്തിയുണ്ട്, തൊട്ട് വിശ്വസിച്ച് തൊടുന്നവരെ സൗഖ്യം പ്രാപിച്ചിരിക്കും. ആ നിലകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില കൊടുത്തോണ്ട് വരുന്ന ഒരുത്തനുണ്ട് കേട്ടോ, മാറിൽ കിടക്കുന്നവൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിച്ചോ. അതിന്റെ 26-ാമത്തെ വാക്യവും, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. ഹല്ലേലൂയ. വ്യക്തമായിട്ട് ഞാൻ ഈ വാക്യം എപ്പോഴും വായിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, അങ്ങേക്ക് മോപക്ഷമുണ്ടോ? ആ 12 പേരിൽ ഒരുത്തനെ മാത്രമാണ് തമ്പുരാൻ വിളിച്ചു പറയുന്നത്, താൻ സ്നേഹിച്ച ശിഷ്യൻ. പല മേഖലകളിൽ പല കുടുംബങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവർ എന്നോട് ചേർന്ന് പറയാൻ പറ്റുമോ? ദൈവം നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടോ? വ്യക്തിപരമായി നിന്റെ പേര് സ്വർഗം പറയുന്നുണ്ടോ? ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ. അവിടെ അളവുകൾ മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഇതാ ഹല്ലേലൂയ, യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ. താൻ സ്നേഹിച്ച ശിഷ്യനെന്ന് വീണ്ടും പറയുക. 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കെ, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്. പത്രോസിനെയാണ് ഒന്നാമനായിട്ടും വലിപ്പമുള്ളവനായിട്ട് കാണുന്നത്. പക്ഷേ പത്രോസിനേക്കാൾ യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ക്രൂശ് വിടാത്തവൻ, കർത്താവിന്റെ ക്രൂശീകരണത്തിനകത്തും
ഒറ്റപ്പെടലിനകത്തും അകലം പ്രാപിക്കാത്തവൻ, ഈ ഭൂമിയിൽ തനിക്ക് സമ്പത്തെന്ന് പറഞ്ഞ അമ്മയെ തൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് വൈകിട്ട് ഒന്നുകൂടെ കർത്താവിനോട് ആ മാറിലെ സ്നേഹം അനുഭവിക്കുന്ന നിന്നോട് കർത്താവിന് പറയാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു കാര്യമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 3-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ ആ മുടന്തനായ മനുഷ്യനെ പത്രോസ് യോഹന്നാനും ഒരേപോലെ വരുന്നത്. യോഹന്നാന എഴുന്നേൽപ്പിക്കാൻ പദവിയുള്ളത്. കാരണം ഒരിക്കൽ പോലും തെള്ളിപ്പറയാത്ത, ഒരിക്കൽ പോലും അകലം വിട്ടുപോകാത്ത ആ യോഹന്നാനെ മാറ്റി നിർത്തിക്കൊണ്ട് അഭിഷേകത്തിൽ മുൻസ്റ്റെപ്പ് വയ്ക്കുന്ന പത്രോസ് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. വാസ്തവമായിട്ട് യോഹന്നാനായി പേര് വരേണ്ടത്. കാരണം ആ പദവി കിട്ടേണ്ടത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാൻ പറയുന്നു, ലോകപ്രകാരം ഒരു പേരോ പദവിയോ എനിക്ക് വേണ്ട, പക്ഷെ എൻ്റെ പേര് വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. എൻ്റെ പേര് ജോയ് എന്നാണ്. ഞാൻ ശ്രീകാര്യത്ത് താമസിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഫുള്ള് കടം കയറി വർക്കൊക്കെ പോയി പ്രശ്നങ്ങളായിരുന്നു. കേസും ബഹളവുമായി. പിന്നെ ഒരുപാട് കടക്കാർ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയുടെ ഒരു വക്കീൽ വരെ എത്തി. അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അമ്മയുടെ കൂടെ ഒരു പ്രാവശ്യം പാസ്റ്ററിൻ്റെ ചർച്ചിൽ വരാൻ പറ്റി. ആ സമയത്ത് പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു ദൂത് പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഒരു ദൂത് പറഞ്ഞു. അതിന് മുമ്പ് ഒരു ആത്മഹത്യ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഇനി ഒരു 4 ആഴ്ച സ്ഥിരമായിട്ട് വരണം, നിനക്ക് ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ നിനക്ക് ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ബൈക്കിൽ സ്ഥിരം ഇങ്ങനെ പോകുന്നൊരു അനുഭവത്തിൽ നിന്നൊരു മാറ്റം വരും. പിന്നെ ഒരു യാത്രയും ഒരു ജോലിയിലെ കേസും പാസ്റ്റർ പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആലോചിച്ചു, എവിടെ യാത്ര പോകാനാണ്, അത്രയും പ്രശ്നങ്ങളാണ്. അപ്പം പാസ്റ്റർ പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അന്ന് അടുത്ത ദിവസം തന്നെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലാനായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂർ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോയി ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഒരു മാറ്റമില്ല. തിരിച്ച് വന്നു. അതിപ്പോൾ വിളിക്കാമെന്ന് വെച്ചിട്ട് അവർ എന്നെ വിളിച്ചില്ല. വീണ്ടും ഞാൻ പാസ്റ്ററിൻ്റെ പള്ളിയിൽ വീണ്ടും അടുത്ത ആഴ്ച വന്നു. പാസ്റ്റർ വീണ്ടും പറഞ്ഞു എൻ്റെ അടുത്ത്, നിന്നെ ദൈവം അനുഗ്രഹിക്കും, ഉടനെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ARK, അവിടെ സൈറ്റ് എഞ്ചിനീയറായിട്ട് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി. ചെന്ന് അപ്പം തന്നെ ഇൻ്റർവ്യൂ ഒന്നും ചോദിച്ചില്ല, അവർ പോസ്റ്റിംഗ് കിട്ടി. ഇപ്പോൾ എനിക്ക് തിരിച്ച് അന്ന് ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ബാംഗ്ലൂരിൽ ഇവിടുത്തെ സാറ് പറഞ്ഞു, അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് 300 ഫ്ലോട്ട് തിരിച്ചിട്ടൊരു പ്രോജക്റ്റിൽ എന്നെ ഇൻചാർജാക്കി. ഇപ്പം 3 മാസത്തിനകത്ത് ഞാൻ പോവും. സാലറി മാത്രമല്ല, പ്രോഫിറ്റ് ഷെയറും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്നതുകൊണ്ട് വർക്കിൻ്റെ പ്രോഫിറ്റ് ഷെയറും കൂടെ തരാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? വലിയൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന നാളുകളായിട്ട് നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ചിലവരുണ്ടപ്പാ. ജീവിതം മതിയെന്ന് പറയുന്ന ചിലവരെന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് നിൻ്റെ നിന്ദയെ നീക്കാൻ പോവുകയാണ്, നിൻ്റെ പരിഹാസത്തെ മാറ്റാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചില മാതാപിതാക്കൾ തലമുറയുടെ പരിഹാസം കേൾക്കുന്നവരുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം കർത്താവെ ഇവരെ വിടുവിക്കണമേ അപ്പാ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുക്കരം ഈ മക്കളുടെ മേളിലേക്കൊന്ന് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലവർ കടബാധ്യത മൂലം ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇവരെ അങ്ങ് സ്പർശിക്കണമേ അപ്പാ. ഇവർക്ക് വേണ്ടി പുതിയ വഴികളങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി അനുകൂലമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, ഇവർക്ക്
ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുകയാണല്ലോ അപ്പ. ഞാൻ ഈ സമയത്ത് ഗിരീഷ് എന്നൊരു പേര് കാണിക്കുമ്പോൾ കർത്താവ് ആ മകന് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ അപ്പ. പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. ഷീലയ്ക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, ഞാൻ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത, നിൻ്റെ കുടുംബജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഞങ്ങളുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ മിനിറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകൻ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഒരത്ഭുതം സംഭവിക്കുകയാണ്, ഒരടയാളം സംഭവിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അറിയാം, അത്ഭുതകരമായ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കട്ടെ അപ്പ. അറിയാം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. കഴിയുന്നവർ ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂരിലൊക്കെ നമുക്ക് ആരാധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്ത് നിങ്ങൾ കടന്നു വന്നാട്ടെ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി എറണാകുളത്തേക്ക് നിങ്ങൾ കടന്നു വരണം. തൃശ്ശൂരിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതേപോലെ തന്നെ അറിയാം, എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തത് വലിയ വിടുതലും അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് കാണിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ഇന്ന് ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.